KSEBക്ക് കീഴിലുള്ള 5 ഡാമുകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ഇടുക്കിയിൽ കല്ലാർകുട്ടി, ലോവർ പെരിയാർ ഡാമുകളിൽ നിന്ന് നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന്, കുറ്റ്യാടി ഡാമിൽ നിന്നും നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. സരിസ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സരിസ, ഈ ഡാമുകളുടെ അവസ്ഥ എങ്ങനെയാണ്? ദിവസങ്ങളിലായി കനത്ത മഴയാണ് ഹർഷൻ പെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡാമുകളിൽ വലിയ രീതിയിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കിയിലെ കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ ഡാമുകളിലാണ് റെഡ് അലർട്ട് തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ റെഡ് അലർട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ്. തൃശ്ശൂരിലെ പെരിങ്ങൽകുത്ത് ഡാമിലും റെഡ് അലർട്ട് തുടരുകയാണ്. കോഴിക്കോട് കുറ്റ്യാടി ഡാമിലും റെഡ് അലർട്ട് തുടരുകയാണ്. ഈ ഡാമുകളിൽ കല്ലാർകുട്ടിയിൽ നിന്ന് 60 ക്യൂബിക് മീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുകി വിടുന്നത്. കൂടാതെ തന്നെ ഇരട്ടയാറിൽ നിന്ന് നിലവിൽ ഇരട്ടയാറിന്റെ ഷട്ടറുകൾ തുറന്നിട്ടില്ല. ലോവർ പെരിയാറിൽ നിന്ന് 240.00 മീറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. കൂടാതെ തന്നെ ഈ പെരിങ്ങൽകുത്തിൽ നിന്ന് 176.25 മീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കി വിടുന്നത്. കുറ്റ്യാടി ഡാമിൽ നിന്നും 12.79 ക്യൂബിക് മീറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. എന്തായാലും ഈ ഡാമുകൾക്ക് അരികിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത്. ആവശ്യമുണ്ടെങ്കിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. വെള്ളപ്പൊക്ക സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ലഭിക്കുന്നത്. ഹർഷൻ, സനിസയാണ് വിവരങ്ങൾ നൽകിയത്.